ഇറാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രയേലിൽ ആക്രമണം നടത്താൻ തുനിഞ്ഞ് ഭീകര സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ള ഭീകരർക്ക് കനത്ത മറുപടി നൽകാൻ ഇസ്രയേലും തീരുമാനിച്ചു. ലെബനനിലെ ജനങ്ങളോട് വീടൊഴിയാനും കെട്ടിടങ്ങൾ ഒഴിഞ്ഞ് കിലോമീറ്ററുകൾക്കകലേക്ക് മാറാനും ഇസ്രയേൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനിടെ ലെബനൻ പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. അതേസമയം ടെഹ്റാനിൽ ആക്രമണം ശക്തമാക്കും എന്ന് ഹിസ്ബുള്ളയും പറയുന്നു. വിവിധയിടങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. സൈപ്രസ് സൈനിക കേന്ദ്രങ്ങളിലേക്കും ആക്രമണമുണ്ടായി. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലെ വിമാനത്താവളത്തിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നു. ഇറാഖി ഷിയ മിലിഷ്യ എന്ന സംഘടനയാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഐസൺ ജോസാണ് വിവരങ്ങളുമായി ആദ്യം ചേരുന്നത്. ഐസൺ, ഈ പശ്ചിമേഷ്യ ശാന്തമാകുന്നില്ല. ഇന്നലെ രാത്രിയിലും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതായിപ്പോൾ ഹിസ്ബുള്ള പോലെയുള്ള ഭീകര സംഘടനകൾ ഇസ്രായേലിന് നേരെ ഷെല്ലാക്രമണവും മറ്റും ഒരു ഭാഗത്ത് നടത്തുന്നു. മറുഭാഗത്ത് ലെബനനിൽ കെട്ടിടങ്ങൾ ഒഴിഞ്ഞു പോകുക എന്ന നിർദ്ദേശം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അപ്പോൾ ഇതൊരു വിവിധ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഏതാണ്ട് ഒരു 12ഓളം രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി മിസൈലുകളും മറ്റും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊരു കനത്ത സംഘർഷത്തിലേക്ക് പോകുകയാണ്. തീർച്ചയായും ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയത്തുള്ള അലി ഖമേനിയുടെ വധം നടന്നതിന് ശേഷം ശക്തമായ ഒരു പ്രതികരണം ഈ ഹൂതികളുടെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ പ്രതീക്ഷ കൃത്യമായി ഇപ്പോൾ ആ പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യത കൃത്യമായി നടപ്പാകുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ആക്രമണങ്ങളെല്ലാം തന്നെ ഇസ്രയേലിലേക്ക് നടത്തിയിട്ടുണ്ട് എന്ന ഒരു വിവരവും അത്തരത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിസ്ബുള്ള നേരിട്ട് ഇറാൻ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമേനിയോട് വിധേയത്വത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഇറാന്റെ വിധേയത്വത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രോക്സി സംവിധാനമാണ് ഹിസ്ബുള്ള എന്നുള്ളത്. ഹിസ്ബുള്ള നേരത്തെ നമുക്കറിയാവുന്നതുപോലെ 2024 അതിനെ നിരായുധീകരിച്ചിരുന്നുവെങ്കിൽ കൂടി വീണ്ടും IRGC അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ഓഫീസർമാരുടെയും അതുപോലെ സായുധ സേനകളുടെയും നേതൃത്വത്തിൽ അതിനെ പുനഃസ്ഥാപിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു ആക്രമണ സജ്ജമായ ഒരു നീക്കം ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ആക്രമണ സജ്ജമായ ഒരു സാഹചര്യവും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുണ്ടായതിന്റെ പ്രതികരണം തിരിച്ചറിഞ്ഞതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ പ്രതിരോധ സേന IDF വളരെ ശക്തമായ തിരിച്ചടിക്കുള്ള നീക്കങ്ങൾ ഒരുക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലെബനനിലെ വ്യവസ്ഥാപിത സർക്കാരിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ലെബനനിലെ വ്യവസ്ഥാപിത സർക്കാർ നേരത്തെ ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ വ്യവസ്ഥാപിത സർക്കാരിന്റെ സംവിധാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യവസ്ഥാപിത സംവിധാനത്തിന്റെ പ്രധാനമന്ത്രി ഹിസ്ബുള്ള എന്താണ് ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് വ്യക്തമല്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല നേരത്തെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ മാത്രമേ ലെബനനിലേക്ക് തങ്ങളുടെ ആക്രമണം ഉണ്ടാകൂ എന്നും അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന ആവശ്യവും അതുപോലെ തന്നെ മുന്നറിയിപ്പ് കൃത്യമായി ഇസ്രായേൽ നൽകിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലിന്റെ ഈ മുന്നറിയിപ്പ് തീർച്ചയായും ഗൗരവമേറിയ ഒരു വിഷയമാണ്. നേരത്തെ പുറത്തു വന്ന വാർത്തകളും അതുപോലെ തന്നെ നിലവിലെ വിവരങ്ങളും പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് തന്നെ സാധ്യതയുണ്ട്. ഹിസ്ബുള്ളയെ വീണ്ടും നിരായുധീകരിക്കുന്ന ഒരു നീക്കം അല്ലെങ്കിൽ അതിശക്തമായ ഹിസ്ബുള്ളയെ തകർക്കുന്ന ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും ഹൂതി വിമതരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇറാഖിലെ തന്നെ ചില സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായി മുൻകൂട്ടി കണ്ടുള്ള അടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതായത് ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ സംവിധാനത്തിന്റെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ വിധേയത്വത്തോടെ പ്രവർത്തിക്കുന്ന പ്രോക്സി സംഘടനകൾക്ക് നേരെയും ആക്രമണങ്ങളിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികവും ലെബനനും മറ്റു രാജ്യങ്ങളും വെല്ലുവിളി നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ദ്വീപ് രാഷ്ട്രമായ സൈപ്രസിലേക്കും ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് സൈപ്രസിൽ ബ്രിട്ടന്റെ സൈനിക കേന്ദ്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നിലപാടുകളും പുറത്തു വന്നതോടെ ഇനി ഒരു ശക്തമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. ഗൗതം. ഓക്കെ ഐസൻ, എന്തായാലും ഇപ്പോൾ ലെബനന് നേരെ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഒരു പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ലെബനൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള പോലുള്ള ഭീകര സംഘടനകൾ ഇസ്രായേലിലേക്ക് മിസൈലുകളും മറ്റും വർഷിച്ചിരുന്നു. ഇതിനെ ഇസ്രായേൽ പ്രതിരോധിച്ചു. ഇതിന് മറുപടി എന്ന നിലയിൽ ഒരുപക്ഷെ ലെബനൻ കേന്ദ്രമാക്കി ഒരു വലിയ ആക്രമണം ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ടാകാം. അവിടുത്തെ കെട്ടിടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണം, സാധാരണക്കാരായ ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം എന്ന നിർദ്ദേശം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഐസനാണ് വിവരങ്ങളുമായി ചേർന്നത്.